മനുഷ്യൻ നോക്കുന്നവരുണ്ട്. നമ്മുടെ സാൽമൺ ഫിഷ് കണ്ടോ, ടെൻഡൻസ് ഒക്കെ പോലും കാണാൻ പറ്റുന്ന പോലെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഷാസ്ലാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞ് നമ്മളിതാ ഇത്രയും മീനാണ് വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തല ആക്ച്വലി ഇവിടെ വലിയ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അധികം ആരും എടുക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ആദ്യത്തെ മീൻപിടുത്തമായ കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരു തലയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ ക്ലീനിങ്ങും ഇതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഈ മീൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഞാൻ വറക്കാൻ വേണ്ടി എടുത്ത് വെക്കുന്നുണ്ട്, കുറച്ച് കറി വെക്കാനായിട്ട്, കുറച്ച് ബാർബിക്യൂ ചെയ്യാനായിട്ട്, അങ്ങനെ പിന്നെ ഒന്ന് നമ്മുടെ കോട്ടയം സ്റ്റൈല് പുളിയൊക്കെ ഇട്ട് വെച്ച് ഒരു പരീക്ഷണം, മൊത്തം ഒരു പരീക്ഷണമാണ്. പക്ഷേ നമ്മൾ വറുത്ത് ഒരു സ്പെഷ്യൽ റെസിപ്പിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നമ്മളിന്ന് വറുത്തും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വേഗം തന്നെ ക്ലീനിങ് പ്രോസസ്സിലോട്ട് പോവാം. അപ്പോൾ വാ. അപ്പം നമ്മുടെ ക്ലീനിങ് പ്രോസസ്സാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രക്രിയ ഏറ്റെടുത്തിരിക്കുന്നത് വെച്ചാലാണ് സാഹസികമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ നടുക്കുന്നുള്ള ഭാഗമാണ് മുറിച്ച് കളയുന്നത് കേട്ടോ, തൊലി പൊളിക്കാനായിട്ട്. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഒരു കഷ്ണം നമ്മൾ ആദ്യം കാണിച്ച് കണ്ടോ, ഒരു കഷ്ണം നമ്മൾ ഓൾറെഡി കളഞ്ഞു, തൊലി പൊളിച്ചെടുത്തു. അത് വലിച്ചെടുക്കരുത്. ഈ തൊലി പൊളിക്കുമ്പോൾ ഇങ്ങനെ ചെത്തി തന്നെ എടുക്കണം. നമ്മൾ പരീക്ഷിച്ച് നോക്കിയായിരുന്നു, എന്നിട്ട് രണ്ടും ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ചെത്തി എടുക്കുമ്പോഴത്തേക്കാണ് ഈസി ആയിട്ട് പോരുന്നത്. വലിയ പാടൊന്നുമില്ല. ഞാനിപ്പോ എക്സ്പേർട്ട് ആയല്ലോ, കൊള്ളാമല്ലോ. ആഹാ, കൊള്ളാമല്ലോ. അതെ അതെ, ഒറ്റ പീസിൽ തന്നെ പണി പഠിച്ചു അല്ലേ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ സാൽമൺ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കൾക്കായിട്ട് ഇത് ഞാൻ സമർപ്പിക്കുന്നു. ഇത്രയും സിമ്പിളായിട്ട്, അതായത് നമ്മുടെ ആദ്യത്തെ പരീക്ഷണമാണ്, എന്നിട്ട് ഇത്രയും നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് സാൽമണിന്റെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കാവുന്നതാണ്. നോക്കൂ, ഞാൻ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കട്ടിങ്ങും ഇല്ല, ഒരു എഡിറ്റിങ്ങും ഇല്ല ഈ പോർഷൻ. നോക്ക്, കണ്ടോ, അടിപൊളി. നമ്മുടെ സാൽമൺ ഫിഷ് കണ്ടോ, നല്ല ഫ്രഷ് മീറ്റ് അല്ലേ. അങ്ങനെ അവസാന ഘട്ടത്തിലോട്ട് വന്നപ്പോൾ നമ്മൾ എക്സ്പേർട്സ് ആയിട്ട് വരികയാണ്. വാ, സൂപ്പർ. അതാ നോക്ക്, വെറും 4 കഷ്ണം മീൻ എന്താ തൊലി ക്ലീൻ ചെയ്തതോടെ ഇച്ചാൻ പ്രൊഫഷണലായിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. വാ, ആ ടെൻഡൻസ് ഒക്കെ പോലും കാണാൻ പറ്റുന്ന പോലെ അല്ലേ. അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് വിജയകരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 4 സെക്ഷനായിട്ട് ഈ മീനിനെ തിരിച്ചു. ഇത് നമ്മൾ ബാർബിക്യൂവിന് ഇട്ടിട്ട് വെച്ചേക്കാണ്. ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസുകൾ, ഇത് വറുക്കാൻ വേണ്ടിയുള്ള പീസുകൾ, ഇത് നമ്മുടെ സാൽമൺ അച്ചാറിനുള്ള പീസുകൾ. ഇനി ഇത് നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് ബാർബിക്യൂ നമ്മൾ പിന്നെ ചെയ്യുന്നുള്ളൂ. ഇപ്പം നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പി വെച്ചിട്ട് ഈ സാൽമണിനെ വറുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിനുള്ളത് സെറ്റാക്കി മാറ്റുവാണേ. ചോര കഴുകാതെ വേണം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട്. ബാർബിക്യൂവിനുള്ളതും അച്ചാറിനുള്ളതും മീൻ കറിക്കുള്ളതും നമ്മളിപ്പോൾ ഫ്രീസറിലോട്ട് വെക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് കഴുകുന്നില്ല. ചോരയോട് കൂടി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുണ്ടാവും നമ്മുടെ മീൻ. സാൽമൺ അച്ചാറൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി തന്നെ കഴിക്കാനാണ് വിധി. ഓക്കെ, 2 സെറ്റ് റെഡി. ഇനി മീൻ കറിക്കുള്ളതേ. അപ്പം നമ്മുടെ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഡൺ. ഇനി നമുക്ക് വറുക്കാനുള്ള സാധനത്തിലോട്ട് മസാല തേക്കാം, നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ നമ്മുടെ വറുക്കാനുള്ള പീസ് 2 പ്രാവശ്യം കഴുകി നമ്മൾ വെച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സാൽമൺ നമ്മൾ കഴുകി എടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഉളുമ്പ് മണം പതയൊക്കെ വരും. എന്ന് വെച്ചാൽ ഒരുപാടൊന്നും കഴുകരുത്. ഈ മാംസം ഓൾറെഡി സോഫ്റ്റ് ആണ് ഭയങ്കര. നമ്മൾ കഴുകുന്തോറും അതിൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 പ്രാവശ്യം കഴുകിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും വിനീഗറും ഇട്ട് ഒരു 10 മിനിറ്റ് വെക്കണം. അത്
മാംസവും കുറച്ച് കട്ടിയായിട്ട് കിട്ടും, അതിൻ്റെ ഉളുമ്പ് മണവും ഇതും എല്ലാം മാറി കിട്ടും. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കണ്ടോ നമ്മൾ ഇതൊന്ന് ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ എല്ലാം സെറ്റായിട്ട് വരും. ഒരു ഉളുമ്പ് മണം ഒന്നും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യവും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തേച്ചാൽ മതി. അല്ലാണ്ട് ഒരുപാട് കഴുകി ഇതിനെ നമ്മൾ നശിപ്പിക്കരുത്. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ തലക്കൊട്ടനെ റെഡിയാക്കുകയാണ്. നമ്മുടെ സാൽമൺ ചേട്ടൻ്റെ ചുരുക്കൊക്കെ കണ്ടില്ലേ, ഫേസൊക്കെ നല്ല ഇതായിട്ടിരിക്കുന്നല്ലേ. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് മനുഷ്യൻ നോക്കുന്നവരുണ്ട്. സത്യം. ഓക്കെ, തുടങ്ങിക്കോളൂ, യാഗം ആരംഭിച്ചോളൂ. നല്ല വഴുവഴുപ്പുണ്ട് എൻ്റെ സ്കിന്നിന്, അതുകൊണ്ട് തന്നെ പിടിക്കാൻ ഭയങ്കര പാടാ. ടിഷ്യൂം കൂട്ടി പിടിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ തന്നെ കിട്ടുന്നത് കേട്ടോ. തല കട്ട് ചെയ്യൽ ഒരു ചെറിയ ടാസ്ക് ആയിരിക്കും തോന്നുന്നല്ലേ ചേ, മറ്റേനേലും ഇച്ചിരി പാടായിരിക്കും തോന്നുന്നു. ആ അതെ അതെ അതെ, അതിന്റെ ഉളുമ്പ് മണം. അല്ലെങ്കിൽ തന്നെ ഇത് കറി വെച്ച് വരുമ്പോൾ എന്താകുമെന്ന് അറിയത്തില്ല. എന്തായാലും ആ റിസൾട്ട് ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പലരും പക്ഷെ നമ്മളോട് ഈ തല കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ ഈ തല ഞാൻ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത്. ഒരു തലയെങ്കിലും പരീക്ഷിച്ച് നോക്കിയില്ലെങ്കിലും മോശമല്ല അല്ലേ? അത് സത്യമാണ്. അപ്പൊ നമ്മുടെ സാൽമൺ ചേട്ടന്റെ തല വെട്ടി കണ്ടിച്ചപ്പോഴത്തേക്കും ഇത്രയാണ് കിട്ടിയേക്കുന്നത്. കുറെ പോർഷനൊക്കെ നമ്മൾ കളഞ്ഞു. എന്തായാലും വിചാരിച്ചത്ര ബുദ്ധിമുട്ടുണ്ടായില്ലല്ലേ ചേ? അപ്പൊ നമ്മുടെ സാൽമന്റെ രഹസ്യക്കൂട്ടിലോട്ട് കിടക്കാം. കമോൺ. ഇതാ നമ്മുടെ മുട്ടയുടെ വെള്ളയാണ് എടുത്തു വെച്ചേക്കുന്നത്. ഒരു മുട്ടയുടെ വെള്ളയാണ്. ഇത്രയും മീനല്ലേ ഉള്ളൂ നമുക്ക്. ഒരുപാട് മസാലയൊന്നും വേണ്ട. 1 സ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ പ്രത്യേക ഒരു കാര്യം, ആ ഉപ്പ് ഒരു ഇച്ചിരി മുന്നേ നിൽക്കണം. കാരണം ഇത് ലേക്കിലെ ഫിഷാണ്, അതിന് ഉപ്പ് രസവും ഇതെല്ലാം കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഉപ്പ് എന്തായാലും ഇച്ചിരി മുന്നേ തന്നെ നിൽക്കണമെന്നാണ് നമ്മളോട് ഈ കൂട്ടുകാരന് നിന്നാൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഉപ്പും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. സാൽമണിൻ്റെ മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ നോ വരയൽസ്, നോ മുറിക്കൽസ്, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതിലോട്ട് ജസ്റ്റ് ഇനി നമുക്ക് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കൈയൊക്കെ തന്നെയാണ് ബെസ്റ്റ്. വേണമെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ സ്പൂണൊക്കെ എടുത്ത് സ്പൂണും ഫോർക്കിലൊക്കെ എനിക്ക് ചെയ്യാം. പക്ഷെ വേണ്ട, നമുക്ക് നമ്മുടെ ട്രഡീഷണൽ രീതി തന്നെയാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ മസാല കണ്ടോ, അതിലോട്ട് നമ്മൾ ഈ മീനെല്ലാം കൂടി എടുത്ത് തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറക്കുന്നുള്ളൂ കേട്ടോ. അപ്പം മീനിലൊട്ടും വെള്ളമൊന്നുമില്ല. അപ്പോൾ അതാ ഈ മീനെല്ലാം കൂടി ഇട്ട് നമ്മൾ വറക്കുകയാണ്. കണ്ടില്ലേ, വറക്കുമല്ല, സോറി, മസാല തേക്കുവാണ്. വറക്കൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത്രയും മസാല മതി. ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മൾ വറക്കുമ്പോഴത്തേക്കും ഈ സാൽമണിൻ്റെ മീറ്റിലോട്ട് അങ്ങനെ മസാല പിടിക്കത്തില്ല, അങ്ങനെ ആ മീറ്റിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയല്ലേ കുറേ പരിദൂഷണങ്ങൾ കേൾക്കുന്നത്. അതെല്ലാം നമുക്ക് ഈ റെസിപ്പിയിലൂടെ മാറ്റിമറിക്കാം. പിന്നെ ഞാനും ഇത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്, അതുകൊണ്ട് മറിയൂ എന്നുള്ളത് നാളെ കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം. നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കാൻ പോകുന്നത്, അപ്പം നമുക്കറിയാമല്ലോ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ സത്യസന്ധമായ അഭിപ്രായങ്ങൾ മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും നാളെ കേട്ടോ. നാളെയെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ തന്നെ അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പാതിരാത്രിയായി, രാവിലെ എണീറ്റ് പോയതാണ് ഫിഷിങ്ങിന്. ഇത് ഇന്നിപ്പോൾ വറക്കുന്നില്ല, നാളെയാണ് നമ്മൾ വറക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ മസാല തേച്ചു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ. അപ്പോൾ നമ്മുടെ സാൽമൺ ചേട്ടനെ വറക്കാനുള്ള സമയമാണ്. ഇതാ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സാൽമൺ, അതിലേക്ക് 2 ബട്ടറിൻ്റെ പീസസ് ഇടുക. ബട്ടർ ഇട്ടാണ് വറുക്കുന്നത് കേട്ടോ, എണ്ണയല്ല. ബട്ടർ കിടന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ സാൽമൺ ചേട്ടൻ്റെ കഷ്ണങ്ങളെ പെറുക്കി ഇതിലോട്ട് ഇടുക. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി
സാൽമൺ തിരിച്ചിടാം കേട്ടോ. അത്രയും മതി, ഓവർ കുക്ക് ആക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. നോക്കട്ടെ, ഞാൻ ഇച്ചിരി എക്സൈറ്റഡ് ആണ് കേട്ടോ. ആദ്യമായിട്ടല്ല ഇങ്ങനെ ഫിഷൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബൈറ്റ്. നല്ല രുചിയുണ്ട്. ഈ എഗ് വൈറ്റ് ഒക്കെ ഇട്ടേക്കുന്ന കൊണ്ടിട്ട് കോട്ടിങ് എല്ലാം നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും കണ്ടോ, ഭയങ്കര സോഫ്റ്റായിട്ട് ഇതായിട്ടുള്ളതൊന്നുമില്ല. എന്ന് വെച്ചാൽ സാധാരണ മീറ്റിനേക്കാളും സോഫ്റ്റ്നെസ്സും ഉണ്ട്. നമുക്കിനി നമ്മുടെ ചോറും കൂട്ടി സാൽമൺ കുറച്ച് കഴിച്ചു നോക്കാം. ചോറൊക്കെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നല്ല പീച്ചിങ്ങും ചെമ്മിനും കൂടി ഇട്ട് ഒലത്തിയ കറിയും വയലറ്റ് ക്യാബേജും നല്ല മോര് കാച്ചിയതും ഒത്തിരി ചോറെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ട് നമുക്ക് ഇച്ചിരി ചോറും സാൽമണും കഴിച്ചാലോ? നോക്കട്ടെ, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. അടിപൊളി ശരിക്കും കേട്ടോ. പക്ഷെ ഇത്രയും ടേസ്റ്റാന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് മീനും കൂടി പിടിച്ചിട്ട് വന്നാണെന്ന് തോന്നുന്നു. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മീൻ വിട്ടും മസാല പിടിക്കാണ്ടോ അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. ഒരുപാട് മസാല എന്തായാലും നമുക്ക് സാൽമണിന് ആവശ്യമില്ല. പക്ഷെ എന്ന് പറഞ്ഞാലും എഗ് വൈറ്റ് എല്ലാം കൂടി ഇട്ടേക്കുന്നതുകൊണ്ടിട്ട് നമ്മൾ ആ ഇട്ടേക്കുന്ന മസാല കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് മസാല ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഇച്ചിരി ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്താണ് എടുത്തതും. പക്ഷെ എന്നിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ അടുത്തൊരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു.